ഹലോ, ഇന്നൊരു അടിപൊളി പോർക്ക് ഫ്രൈയും ചാറുകറിയും ഉണ്ടാക്കിയാലോ? സോ ഡു വാച്ച് മൈ വീഡിയോ. അതിനായിട്ട് നമ്മൾ കുറച്ച് സവാള അത് നന്നായിട്ട് ചെറുതായിട്ട് കട്ട് ചെയ്യണം. അപ്പോൾ ഞാനൊരു 1.5 കിലോ പോർക്ക് ഫ്രൈക്ക് വേണ്ടിയിട്ട് ഒരു 2 സവാള അടുപ്പിച്ച് ചെറുതായിട്ട് കട്ട് ചെയ്ത് മാറ്റി വയ്ക്കുന്നുണ്ട്. എന്നിട്ടൊരു പാൻ എടുത്ത് നന്നായിട്ട് ചൂടാക്കിയിട്ട് ഓയിൽ ഒഴിക്കുക. ആ ഓയിൽ ചൂടായി കഴിയുമ്പോഴത്തേക്കും നമ്മൾ കട്ട് ചെയ്ത് മാറ്റി വെച്ചിട്ടുള്ള സവാള അത് നന്നായിട്ടിട്ടൊന്ന് വഴറ്റിയെടുക്കുക. പിന്നെ ഏറ്റവും ഈസി മെത്തേഡിൽ ടേസ്റ്റി ആയിട്ടുള്ള ഫുഡ് ഉണ്ടാക്കാനുള്ള ടിപ്സായിരിക്കും ഞാൻ പറയാറുള്ളത്. പക്ഷേ എൻ്റെ എല്ലാ ഫുഡിനും ഞാൻ കൂടുതലും പ്രിഫറൻസ് കൊടുക്കുന്നത് നന്നായിട്ട് ഇൻഗ്രീഡിയൻസ് ഇട്ട് വഴറ്റിയെടുക്കാനായിട്ടാണ്. കാരണം കറിയിൽ നന്നായിട്ടും ഇൻഗ്രീഡിയൻസ് വഴണ്ട് കിട്ടിയാൽ മാത്രമേ നമുക്ക് കറിക്ക് ടേസ്റ്റ് ഉണ്ടാകത്തുള്ളൂ. സോ അതിന് നന്നായിട്ട് വഴറ്റിയെടുക്കുക സവാള. അത് കഴിഞ്ഞ് ഞാൻ കുറച്ച് ഇഞ്ചിയും വെളുത്തുള്ളി എടുക്കുന്നുണ്ട്. മീറ്റ് ഐറ്റംസ് ഉണ്ടാക്കുമ്പോൾ ഞാൻ നന്നായിട്ട് ഇഞ്ചിയും വെളുത്തുള്ളി ഇടാറുണ്ട്. അതിലൊരു പിശുക്കത്തനവും ഇല്ല, കാരണം എന്നാൽ മാത്രമേ ടേസ്റ്റ് കൂടത്തുള്ളൂ. പിന്നെ ഇങ്ങനെ ചതച്ചെടുക്കുന്നതെന്ന് പറഞ്ഞാൽ എൻ്റെ ഹസ്ബൻഡ് സ്ലൈസ് ചെയ്തിട്ട പീസസ് ഒന്നും കഴിക്കാറില്ല. സോ അതിങ്ങനെ ചതച്ചിട്ടാൽ മാത്രമേ ആ കറിയായിട്ട് ബ്ലെൻഡായി പോകത്തുള്ളൂ. പിന്നെ നിങ്ങൾ വിചാരിക്കും മിക്സിയിൽ അരച്ചാൽ പോരെയെന്ന്. പക്ഷേ മിക്സിയിൽ അരച്ചാലും അത്രയും ടേസ്റ്റ് പെർഫെക്റ്റായിട്ട് നമുക്കിവിടെ കിട്ടുന്നില്ല. പിന്നെ അത് ഇട്ട് വഴറ്റിയെടുത്തതിന് ശേഷം കുറച്ച് പച്ചമുളകും വേപ്പിലയും സ്ലൈസ് ചെയ്തതും കൂടെ ഇതിനകത്ത് മിക്സ് ചെയ്യുക. എന്നിട്ട് നന്നായിട്ട് വഴറ്റിയെടുക്കുക. അപ്പോൾ ഓരോ ഇൻഗ്രീഡിയൻസും ആഡ് ചെയ്യുമ്പോൾ അതിനനുസരിച്ച് സമയം കൊടുത്ത് ലോ ഫ്ലെയിമിട്ട് നന്നായിട്ട് വഴറ്റിയെടുക്കുമ്പോൾ കറിക്ക് ടേസ്റ്റും കൂടും. സോ അതെല്ലാം കൂടെ നന്നായിട്ട് വഴറ്റി കഴിഞ്ഞതിന് ശേഷം ഞാൻ മീറ്റ് ഇടുന്നുണ്ട്. കഴുകി മാറ്റി വെച്ചിരുന്ന പോർക്കിൻ്റെ പീസസ് ഇടുന്നുണ്ട്. അതിട്ടിട്ട് നമ്മുടെ മസാലാസ് ഞാനിതിനകത്ത് മല്ലിപ്പൊടി ഇടുന്നുണ്ട്, മുളക് പൊടി ഇടും, കുറച്ച് ഗരം മസാലയും കുറച്ച് മഞ്ഞൾപ്പൊടിയും. ഇത് ഇത്രയാണ് മെയിൻ ഇൻഗ്രീഡിയൻസ് ഞാൻ ആദ്യം ഇടുന്നത്. ഇതെല്ലാം ഇട്ടൊന്ന് വഴറ്റി എടുത്ത് കഴിഞ്ഞതിന് ശേഷം ഇടയ്ക്ക് കുറച്ച് പെപ്പറും കൂടെ ആഡ് ചെയ്യും. പക്ഷേ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് പെപ്പറാണ് നമുക്കിതിനകത്ത് വേണ്ടത്. കുരുമുളക് പൊടി അത് ഞാൻ അവസാനമാണ് കൂടുതൽ ആഡ് ചെയ്യാറുള്ളത്. കാരണം എപ്പോഴും ഏത് കറി ഉണ്ടാക്കുമ്പോഴും കുരുമുളക് അവസാനം നമ്മൾ ഇടുമ്പോഴാണ് അതിൻ്റെ ആ ഫ്ലേവർ എപ്പോഴും കറിയിൽ ഹൈലൈറ്റ് ചെയ്ത് നിൽക്കത്തുള്ളൂ. സോ അതുകൊണ്ട് ഞാൻ ലാസ്റ്റ് കുരുമുളക് നന്നായിട്ട് ഇടത്തുള്ളൂ. ആദ്യം ഈ പൊടികളെല്ലാം ഇട്ട് നന്നായിട്ട് ഒന്ന് ഇളക്കി ഒന്ന് മൂടി വെച്ച് വേവിക്കുക. ഞാനൊരു 30 to 45 മിനിറ്റ്സ് ഇതിന് വേണ്ടി സ്പെൻഡ് ചെയ്യും. ഒന്ന് ലോ ഫ്ലെയിമിലിട്ട് മൂടി വെച്ച് വേവിക്കും. അപ്പോൾ അതിൽ നിന്ന് വെള്ളം ഇങ്ങനെ ഇറങ്ങും. അത് നമ്മൾ ഇടയ്ക്ക് ഓപ്പൺ ചെയ്ത് നന്നായിട്ട് വരട്ടി കൊടുത്ത് പിന്നെ ഒരു ഹാഫ് ആൻ അവർ ഒക്കെ കഴിയുമ്പോഴത്തേക്കും നന്നായിട്ട് ഓപ്പൺ ചെയ്തൊന്ന് വരട്ടി എടുക്കുമ്പോൾ നമുക്ക് ഫ്രൈ മോഡലിൽ ഈ പോർക്ക് കിട്ടും. പിന്നെ ഇനി ഞാൻ ചാറ് കറിക്ക് വേണ്ടിയിട്ട് വെള്ളരിക്കയും പച്ചമുളകും വേപ്പിലയും മഞ്ഞൾപ്പൊടിയും വെള്ളവും കൂടെ വെച്ച് ജസ്റ്റ് ഒന്ന് വേവിച്ചെടുക്കുന്നുണ്ട്. പിന്നെ ഇതിനുള്ള ഒരു അരപ്പ് റെഡിയാക്കാനായിട്ട് അതിൽ തേങ്ങ, പച്ചമുളക്, വെളുത്തുള്ളി, ജീരകം, കുറച്ച് തൈര്, വെള്ളം ഇതെല്ലാം കൂടെ ഒഴിച്ച് നന്നായിട്ട് അരച്ചെടുത്തിട്ട് നമ്മൾ വെന്തിരിക്കുന്ന വെള്ളരിക്കയുടെ ആ കൂട്ടിൽ ഈ അരപ്പൊഴിക്കുക. എന്നിട്ടൊന്ന് ജസ്റ്റ് ബ്ലെൻഡ് ചെയ്തിട്ട് നമ്മൾ ചൂടാക്കിയാൽ മാത്രം മതി, അത് തിളപ്പിക്കാൻ പാടില്ല. തീ ഓഫ് ചെയ്ത് വെക്കുക. അത് കഴിഞ്ഞ് ഇത് താളിക്കാൻ വേണ്ടിയിട്ട് കുറച്ച് വെളിച്ചെണ്ണ, അതിൽ കുറച്ച് കടുകും വറ്റൽമുളകും കുറച്ച് വേപ്പിലയും, ചിലർ ചെറിയ ഉള്ളി ചേർക്കും, നിങ്ങൾക്ക് വേണമെങ്കിൽ ചേർക്കാം, ഇല്ലെങ്കിൽ വേണ്ട, ഞാൻ ചേർക്കുന്നില്ല. അപ്പോൾ ഇത് ഇത്രയും മാത്രമായിട്ട് ഒന്ന് മുരിയിച്ച് കഴിഞ്ഞിട്ട് നമ്മൾ ആ വെന്തിരിക്കുന്ന കൂട്ടിനകത്ത് ഒഴിച്ച് കഴിഞ്ഞാൽ നമ്മുടെ ചാറ് കറി റെഡിയായി. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. എന്നിട്ട് അഭിപ്രായം കമൻറ്റ് ബോക്സിലിടുക. ബൈ.